ഇപ്പൊ മിന്നു എങ്ങനെയുണ്ട് നമ്മുടെ കലത്തപ്പം? സൂപ്പർ സൂപ്പർ. മധുരം എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. നല്ല റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് വടക്കൻ കേരളീയരുടെ ഒരു പ്രധാന പലഹാര വിഭവമായ കലത്തപ്പം അരി അരച്ച് അടിപൊളി ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി നമുക്കിതിൻ്റെ മാവൊന്ന് തയ്യാറാക്കാം. അതിനായി ഒരു മുറി തേങ്ങയുടെ പീര, അര ടീസ്പൂൺ ജീരകം, 9 ഏലയ്ക്ക എന്നിവ അര ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത തേങ്ങയുടെ മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജാറിലേക്ക് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അര ഗ്ലാസ് ചോറ്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചെടുത്ത മാവ് തേങ്ങ അരച്ച മിക്സിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കലത്തപ്പത്തിന് ആവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 200 ഗ്രാം ശർക്കര 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുകയാണ്. ഇതിനി നമുക്ക് നന്നായിട്ട് അരിച്ച് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ചെടുത്ത ശർക്കരയുടെ പാനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചൂടോടുകൂടി തന്നെ അരിച്ച് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് ഉരുകിപ്പോവും. എന്നിട്ട് ഇതിനകത്ത് ഇത്രയും പേസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി കലത്തപ്പം തയ്യാറാക്കാൻ ആരംഭിക്കാം. ഇത് തയ്യാറാക്കുന്നതിന് അലൂമിനിയത്തിൻ്റെ കുക്കറാണ് നല്ലത്. സ്റ്റീലിൻ്റെ കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ചെവിട് കട്ടിയുള്ള കുക്കർ എടുക്കണം. അപ്പം നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 പൂള് തേങ്ങയുടെ കൊത്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 5 കപ്പലണ്ടിയുടെ ഒരു 10 കപ്പലണ്ടിയുടെ പരിപ്പും ഒരു 5 കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും കപ്പലണ്ടി പരിപ്പും ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4-5 കഷ്ണം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാവിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പേ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവിൻ്റെ പരുവം ഇതാണ്. ഒരുപാട് അങ്ങ് നീണ്ടും പോകരുത്, ഒരുപാട് അങ്ങ് കുറുകിയും പോകരുത്. ഈ രീതിയിലായിരിക്കണം മാവ്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലെ ചേരുവകളെല്ലാം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഒരു 10-15 സെക്കൻഡ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിലെ തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും കപ്പലണ്ടി പരിപ്പും ഉള്ളിയും എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത 10-15 സെക്കൻഡ് കുക്കർ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഉടൻ തന്നെ തയ്യാറാക്കിയ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തയ്യാറാക്കിയ മാവ് കുക്കറിൽ ഒഴിച്ചു കഴിഞ്ഞ് അടുത്ത 1 മിനിറ്റ് കുക്കർ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ
വിസിൽ ഊരിയ ശേഷം വിസിലില്ലാതെ അടച്ചു വയ്ക്കാം. പ്രഷർ കുക്കർ അടച്ചു കഴിഞ്ഞ് തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. സ്റ്റീലിൻ്റെ കുക്കറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അടി കട്ടിയുള്ള കുക്കർ എടുക്കണം. കുക്കർ അടച്ച് ഏകദേശം 4-5 മിനിറ്റിനകം പ്രഷർ വാൽവിലൂടെ കുമിളകൾ വന്നു തുടങ്ങും. അല്പം കൂടെ കഴിയുമ്പോൾ ആവി വന്നു തുടങ്ങും. ഏകദേശം 6-7 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ആവി വരും. നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സ്റ്റൗ ഓഫ് ചെയ്താൽ ഏകദേശം 5-6 മിനിറ്റ് ഇതുപോലെ ആവി വരും. കുക്കർ അടച്ച് ഏകദേശം 4-5 മിനിറ്റ് കഴിയുമ്പോൾ പ്രഷർ വാൽവിലൂടെ കുമിളകൾ വന്നു തുടങ്ങും. കുമിളകൾ വന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ ആവി വന്നു തുടങ്ങും. ഏകദേശം 6-7 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ആവി വരും. നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് കൂടെ പ്രഷർ വാൽവിലൂടെ ഇതുപോലെ ആവി വരും. ആ സമയം നമ്മൾ കുക്കർ അനക്കാതെ വയ്ക്കുക. 6 മിനിറ്റിന് ശേഷം കുക്കർ തണുത്തതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കാവൂ. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ അതിൻ്റെ അടപ്പിൽ വെള്ളത്തുള്ളി കാണും. അത് കുക്കറിനകത്ത് വീഴാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ട്. ഇനി നമുക്കിത് വെന്തോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് തണുക്കുമ്പോൾ 4 സൈഡ് ഇളക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കലത്തപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ കലത്തപ്പം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഒരല്പം എടുത്ത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ മാവിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം. ശർക്കരപ്പാനി തിളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ ചൂടോടുകൂടി മാവിലേക്ക് ഒഴിക്കണം. ശർക്കരപ്പാനി ഒഴിച്ച് മാവിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ കുക്കറിൽ ഒഴിക്കുക. കുക്ക് ചെയ്യുന്ന സമയം തീയുടെ അളവും കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.